ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എവരിബഡി. എജുബിൾസ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും പല രക്ഷിതാക്കളും പല കുട്ടികളും നമ്മോട് ചോദിച്ചു വരാറുണ്ട്, സാറേ NCET എക്സാം എഴുതിയിട്ട് ഈ ITIP പ്രോഗ്രാമിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് അത് PSC അംഗീകൃതമാണോ? അതായത് BEdന് പകരമുള്ള കോഴ്സാണല്ലോ, ഇൻ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണല്ലോ, ഇത് PSC അംഗീകരിച്ചിട്ടുണ്ടോ? ഇത് കഴിഞ്ഞവർക്ക് കേട്ടിട്ട് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ഇതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുള്ള BEd ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ കോളേജുകൾക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഈ ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള തെളിവുമായിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അതിന് മുമ്പിൽ നിരത്താൻ സാധിക്കുന്ന ഡോക്യുമെൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മുന്നിൽ അറിയിക്കുന്നത് കേരള സർക്കാർ കഴിഞ്ഞ ദിവസം ഔട്ട് ചെയ്തിരിക്കുന്ന കേട്ടറ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ വിജ്ഞാപനമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ITIP പഠിച്ച് BA BEdോ BSc BEdോ പഠിച്ചവർക്ക് കേട്ടറ്റ് എഴുതാം എന്ന അടിസ്ഥാന യോഗ്യതയായിട്ട് വിജ്ഞാപനത്തിൽ പറഞ്ഞു വന്നിരിക്കുകയാണ്. നമുക്ക് അധികം ഒന്നും സമയം പറയാതെ ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് 2025 വിജ്ഞാപനമാണ് നമ്മൾ തുറന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ വിജ്ഞാപനത്തിൽ ഇങ്ങനെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കാറ്റഗറി 2 പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറി 2 അടിസ്ഥാന യോഗ്യതയായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, കാറ്റഗറി 2 അടിസ്ഥാന യോഗ്യത എന്ന ഭാഗത്ത് നിങ്ങളിതാ നോക്കൂ. നമുക്കറിയാം കാറ്റഗറി 2 അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് UP വരെയിലേക്ക് അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ BEd കോഴ്സിന് അപേക്ഷിക്കുന്ന തുല്യമായിട്ടുള്ള DLED ഡിപ്ലോമ കോഴ്സുകൾ TTC DLED പാസ്സായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ BEd DLED പറഞ്ഞു, അല്ലെങ്കിൽ ഇതാ നോക്കൂ, നിങ്ങളിത് അവിടെ നോക്കൂ, അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി വിജയത്തോടൊപ്പം 4 വർഷത്തെ BSc BEd BA BEd ഓർ BSc BEd ഈ 2 BEd എടുത്തവർക്കും കേട്ടറ്റ് എഴുതാമെന്ന് പറയുന്ന കറക്റ്റ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾ ITIP പ്രോഗ്രാമിൽ വന്ന് ജോയിൻ ചെയ്ത് BA BEdും BSc BEdും കംപ്ലീറ്റ് ചെയ്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് എഴുതാം. ഈ വർഷം അവസാന വർഷത്തേക്ക് വരുന്ന വിദ്യാർത്ഥികളാണ്. നമുക്ക് 3-4 വർഷമായി ITIP 3 വർഷമായി ITIP പ്രോഗ്രാം തുടങ്ങിയിട്ട് ആ വിദ്യാർത്ഥികൾക്കും എഴുതാം എന്ന വിജ്ഞാപനം കേരള സർക്കാർ കേട്ടറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതോടുകൂടെ ITIP പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സിനെയാണ് നമ്മുടെ NEP പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ITIP പ്രോഗ്രാമിന് എല്ലാവിധ അംഗീകാരം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത വർഷം മുതൽ നിങ്ങൾ ടീച്ചർ ആവാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാമിൻ്റെ പേരാണ് NCET എക്സാം. എന്തിനാ NCET എക്സാം? ഇത് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഈ എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് ITP എന്ന് പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് അഡ്മിഷൻ നേടാം. എന്താണ് ഇൻ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം? 4 years, നമുക്ക് 4 വർഷം കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് BA + BEd ആണ്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഡിഗ്രി എടുക്കുന്നത് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രിയും ലഭിക്കും BEdും ലഭിക്കും. ഉദാഹരണം, കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ BA BEd ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ആ BA BEd ഇംഗ്ലീഷ് എന്ന് പറയുന്ന 4 വർഷത്തെ ITIP പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് BA ഇംഗ്ലീഷ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ തന്നെ BEd ഇംഗ്ലീഷും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ദിസ് ഈസ് ദ ബെസ്റ്റ് ഫീച്ചർ ഓഫ് ITIP പ്രോഗ്രാം. 4 വർഷം കൊണ്ട് ഡിഗ്രിയും BEdും കംപ്ലീറ്റ് ആക്കും. നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് PG ചെയ്താൽ PG ചെയ്യാം. അതിന് പുറമെ തന്നെ നിങ്ങൾ സെക്കൻഡറി പ്രോഗ്രാമിന് എടുക്കുന്നെങ്കിൽ നിങ്ങൾ സെക്കൻഡറി സ്കൂൾ വരെ പഠിപ്പിക്കാനുള്ള യോഗ്യതയും കൂടെ നേടുകയാണ്. ഇതാണ് ഏറ്റവും ITIP പ്രോഗ്രാമിനെ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണം എന്നുള്ളത്. ഇനി നിങ്ങൾ നോക്കുകയാണ്, അല്ല സാറേ നിങ്ങൾ ITIP പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇനി എങ്ങനെ ഞാൻ NCET എക്സാമിന് പ്രിപ്പയർ ചെയ്യും എന്ന് നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ നോ വെറീസ്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോച്ചിങ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്താണ് NCET എക്സാമിൻ്റെ പ്രത്യേകതകൾ? NCET എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു കോമൺ എൻട്രൻസ് എക്സാമാണ്. അതിൽ നിങ്ങൾ എഴുതാനുണ്ടാവുക 7 പേപ്പേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് എഴുതാൻ. ഓക്കെ, 7 പേപ്പറുകളായിരിക്കും നിങ്ങൾ എഴുതേണ്ടി വരിക. 7 പേപ്പറുകൾക്ക് മൊത്തം 160 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 160 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 3 മണിക്കൂറുള്ള ഒരു എക്സാമാണ്, 3 hours. ഓക്കെ, 3 മണിക്കൂർ കൊണ്ട് 7 പേപ്പറുകൾ എഴുതുന്ന 160 ക്വസ്റ്റ്യനുള്ള ഒരു എക്സാമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പേപ്പർ എന്നാണ് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ആദ്യത്തെ 2 നിങ്ങൾക്ക് 2 പേപ്പർ ലാംഗ്വേജിൻ്റെ പേപ്പറായിരിക്കും.
ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജുകൾ ചൂസ് ചെയ്യാം. ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, ഏതും, ഹിന്ദി ഏതും ആവട്ടെ ചൂസ്. ഇതിൽ 2 ലാംഗ്വേജസിലുമായിട്ട് 20+20, ഒരു ലാംഗ്വേജിൽ 20 ചോദ്യം, മൊത്തം 40 ചോദ്യം ലാംഗ്വേജിൽ ചോദ്യം. പിന്നെ വരുന്ന 3 പേപ്പറുകൾ നിങ്ങൾക്ക് ഡൊമെയിൻ സബ്ജക്റ്റുകൾ അഥവാ മേജർ സബ്ജക്റ്റുകൾ, നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, സോഷ്യോളജി, ഹിസ്റ്ററി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇതുപോലെയൊക്കെയുള്ള സബ്ജക്റ്റുകളായിരിക്കും ഇതിൽ. അതിൽ ഓരോന്നിലും 25 ചോദ്യമാണ് ഓരോ ഡൊമൈൻസിലും ഉണ്ടാവുക. അപ്പോൾ മൊത്തം 75 ചോദ്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം, ഡൊമൈൻസിൽ നിന്ന്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരുന്ന അടുത്ത സെക്ഷനാണ്, അടുത്ത പേപ്പറാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പേപ്പർ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് 25 ചോദ്യം ലഭിക്കും. ഓക്കെ, ടോട്ടൽ 25 തന്നെയാണ്. പിന്നെ വരുന്നതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന പേപ്പർ ഉണ്ടാവും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് 20 ചോദ്യമാണ് വരിക. ടോട്ടൽ എത്ര ചോദ്യം ഉണ്ടാവും? 40ഉം 70ഉം 110, 115, 120, 140, 160 ചോദ്യം നിങ്ങൾക്ക് 103 മണിക്കൂർ കൊണ്ട് എഴുതാനുണ്ടാവും. എങ്ങനെയാണ് മാർക്കിംഗ് സ്കീം എന്ന് ചോദിച്ചാൽ, പ്ലസ് 1 മാർക്ക് ശരിയാക്കിയാൽ നിങ്ങൾക്ക് 4 പോയിന്റ് കിട്ടും, 1 തെറ്റിച്ചാൽ നിങ്ങൾക്ക് -1 ഉണ്ടാവും. ഇതാണ് NCERT എക്സാമിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പം സാറേ ഇത്രയും പറഞ്ഞല്ലോ, നിങ്ങൾ NCERT എക്സാം എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ക്രൈറ്റീരിയ വരുന്നത്. ഇനി സാറേ ക്രൈറ്റീരിയ പറഞ്ഞു എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്നും കൂടെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കതിന് പറഞ്ഞുതരാം. ഇതിൻ്റെ സിലബസ് എടുത്ത് നന്നായിട്ട് പഠിക്കുന്നുള്ളത്. എന്താണ് സിലബസ്? ഓക്കെ, സിലബസ് എന്താണെന്ന് സംശയപ്പെടുന്നവർക്ക് ആർക്കും സംശയം വേണ്ട. ഇതിൻ്റെ സിലബസ് വരുന്നത് ലാംഗ്വേജിൻ്റെ സിലബസാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ലാംഗ്വേജിന് മെയിനായിട്ട് വരുന്ന റീഡിങ് കോമ്പ്രഹൻഷനാണ് വരുന്നത്. പിന്നെ അതിൽ ഗ്രാമർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് അതിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, കമ്മ്യൂണിക്കേഷൻസ്, ഈ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ലാംഗ്വേജസിൽ വരുന്നത്, ലാംഗ്വേജസിൻ്റെത്. പക്ഷേ ഇനി ഡൊമൈൻസിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിളാണ്. അത് നിങ്ങൾ +2 NCERT ടെക്സ്റ്റ് ബുക്ക്, +2ൻ്റെ NCERT ടെക്സ്റ്റിൻ്റെ അതെ +2 NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ സിലബസാണ് ഇതിൽ നിന്ന് ചോദിക്കുക. ഓരോ ഡൊമൈൻസിലും 25 ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇത് വരിക കറക്റ്റ് +2ൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കാണ്. ഇനി നിങ്ങൾ ചോദിക്കും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ? അതിൽ ചോദിക്കുന്നത് ഒരു 4 സെക്ഷനായിട്ടാണ്. അത് ഒന്നാമത്തത് ലോജിക്കൽ റീസണിങ്, രണ്ടാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും രണ്ടാമത്തത്. പിന്നെ അതിൽ വരുന്നത് ജനറൽ നോളജ്, GK, കറൻറ്റ് അഫേഴ്സ്, പിന്നെ സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഇതിൽ വരിക. ഇനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരിക അത് ടീച്ചിങ് പെഡഗോഗീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതാണ് ഓരോ പേപ്പറിൻ്റെയും സിലബസ്. സാറേ സിലബസ് പറഞ്ഞു, ഇനി ഇത് എവിടെ നിന്നാണ് പഠിക്കാമെന്നും കൂടെ നിങ്ങൾ പറഞ്ഞൊരു സാറേ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓഫ് കോഴ്സ് ഈ പേര് ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾ. അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് നൽകാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എജ്യൂബിൾസ് ലേണിംഗ് ഇവിടെ ഉണ്ട്. വൈ എജ്യൂബിൾസ് ലേണിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, NCERT എക്സാമിൽ 1 ഇയർ എക്സ്പീരിയൻസോട് കൂടെ നിലവിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ സ്റ്റുഡൻസിനെ എത്തിച്ചിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാം. ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി NCERT CUET പാക്കേജുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 4 പാക്കേജസ് അവൈലബിൾ ആയിട്ടുണ്ട്. ബേസിക് പാക്കേജായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഒന്നാമത് നമുക്ക് BA B.Ed എന്ന് പറയുന്ന ഒരു പാക്കേജ് അവൈലബിൾ ആണ്. നിങ്ങൾ ഇതെടുക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് BA B.Ed എന്ന് പറയുന്ന ഒരു പാക്കേജ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ നമ്മൾ സബ്ജക്റ്റ് ചെയ്യും? നമ്മൾ ലാംഗ്വേജസിൽ ഇംഗ്ലീഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഡൊമൈൻസിലേക്ക് വരുമ്പം നമ്മൾ അതിൽ വരുന്നത് പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും, ഇങ്ങനെ മൊത്തം ഒരു പാക്കേജ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റികളും എൻട്രൻസ് എക്സാം എക്സ്പെർട്ട് ഫാക്കൽറ്റികളായിട്ടുള്ള ഫാക്കൽറ്റികൾ എടുത്ത ക്ലാസ്സുകൾ പ്ലസ് VYQ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ്, മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ് അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജ് അവിടെ അവൈലബിൾ ആണ്. കൂടുതൽ കാര്യങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ കണക്ട് ചെയ്യാം. ഇനി നിങ്ങൾ BSc B.Ed ആണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ പാക്കേജ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ലാംഗ്വേജ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതിൻ്റെ പുറമെ 4 ഡൊമൈൻസായിട്ട് PCMB ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഇത് 4 നിങ്ങൾക്ക് അതിൽ പഠിക്കാൻ പറ്റും. നിങ്ങൾ BCom B.Ed നോക്കുന്നവരാണെങ്കിൽ അതിന് നമ്മുടെ അടുത്ത് പാക്കേജസ് അവൈലബിൾ ആണ്. അതിൽ അക്കൗണ്ടൻസി പ്ലസ് ബിസിനസ് സ്റ്റഡീസ് പ്ലസ് എക്കണോമിക്സ് എന്ന് പറയുന്നൊരു പാക്കേജും, പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജും ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ
2024 ടീച്ചറാവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട പ്രോഗ്രാമാണ് ITAP പ്രോഗ്രാം എന്ന് പറയുന്നത്. BEd അല്ല. BEd 2028 കൂടെ നമ്മൾ NAP വരികയാണെങ്കിൽ പക്ഷേ BEd കോളേജുകളൊക്കെ 2028 അവസാനിക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ITAP പ്രോഗ്രാം +2 കഴിഞ്ഞ് 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീച്ചറാവാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ടീച്ചർ ആവുക എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് പൂർത്തീകരിക്കാം. ഏറ്റവും നല്ല കോച്ചിങ് ആയിട്ട് ജൂബിലിസ് ലേണിംഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ അധികം സമയമൊന്നും വൈകാതെ താഴെ നമ്മുടെ ഈ ജൂബിലിസിൻ്റെ അഡ്മിഷൻ കൗൺസിലർ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ആ നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. താങ്ക് യു.